+2 മാത്സ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ് ആണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു. അനദർ ഫങ്ഷൻ ബിയിൽ നിന്ന് സിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കി പറയാൻ പറ്റും, ഈ ഫങ്ഷൻ്റെ എഫിൻ്റെ കോഡൊമെയിനും ജിയുടെ ഡൊമെയിനും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഫങ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാമതൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബി രണ്ടിടത്ത് സെയിം ആയതുകൊണ്ട് മാത്രമേ മൂന്നാമതൊരു ഫങ്ഷൻ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്നും സിയിലോട്ടായിരിക്കും. ഇപ്പം എന്താ പറഞ്ഞത്? എയിൽ നിന്ന് സിയിലോട്ട്, അതായത് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്, ജി എന്ന് പറയുന്ന ഫങ്ഷൻ ബിയിൽ നിന്ന് സിയിലോട്ടാണ്. അപ്പോൾ എഫിൻ്റെ കോഡൊമെയിനും ജിയുടെ ഡൊമെയിനും സെയിം ആണ്. എങ്കിൽ നമ്മൾ എയിൽ നിന്ന് സിയിലോട്ടൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ഫങ്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ബിയിലോട്ടിന് എഫ് എന്ന് കാണിച്ചിരിക്കുന്നു, ജി ബിയിൽ നിന്ന് സിയിലോട്ട് സി എന്നും പറയാം. എങ്കിൽ എയിൽ നിന്ന് ഇവിടെ എയിൽ നിന്ന് സിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എയിൽ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞാണ് എയിൽ നിന്ന് എക്സ് എന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എയിലെ എലമെന്റ് എക്സ് എന്ന ഒരു എലമെന്റ് എടുത്താൽ അത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ബിയിൽ എത്തുമ്പോൾ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സിന്റെ ഇമേജ് ബിയിൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ ഈ ബിയിൽ ഓരോ എലമെന്റിന്റെയും ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന ഫോമിലായിരിക്കും വരുന്നത്. എങ്കിൽ ജി എന്ന ഫംഗ്ഷനിലാവുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? ഇമേജിനെ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ ഇവിടെ എക്സ് ആയിരുന്നപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആവുമ്പോൾ ആ ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അതിനെ എന്ത് പറയാം? അതിനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. കാരണം ഇവിടെ ഏത് വരുന്നു അത് ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ എക്സ് എന്ന ഫോമിൽ വരുന്ന എലമെന്റ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ചേർത്ത് പറഞ്ഞാൽ മതി. ഇവിടെ x1 ആയാൽ എഫ് ഓഫ് x1, x2 ആയാൽ എഫ് ഓഫ് x2. അതുപോലെ ഇവിടെ ബി എന്ന് പറയുന്ന എലമെന്റ്സ് എഫ് ഓഫ് എക്സ് എന്ന ഫോമിലായിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം? ഇതിന് ജി ഓഫ് എഫ് ഓഫ് എക്സ് പറയാം. ഇവിടെ x1 ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് x1 എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇവിടെ എയിൽ നിന്ന് സിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ഉണ്ടോ? അതിനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയും. ജി ഒരു ചെറിയൊരു സീറോ കൊടുക്കുന്നു, അതാണ് ചിഹ്നം. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ്, കോമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നും പറയാം. ഇപ്പൊ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിറ്റ് എഫ്. ഇത് റീഡ് ചെയ്യുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്നാണ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. എവിടെയാണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫംഗ്ഷൻ ജി കോമ്പോസിറ്റ് എഫ് ആണ് എയിൽ നിന്ന് സിയിലോട്ട് ഡിഫൈൻഡ് ബൈ. ആ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എയിൽ നിന്നും സിയിലോട്ടാണ്. എയിലെ എലമെന്റ്സിന്റെ ഫോം എക്സ് എന്ന ഫോമിലാണ് വരുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പൊ ജി കോമ്പോസിറ്റ് ഇവിടെ എടുക്കുന്ന ഫംഗ്ഷൻ, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു എഫ് ഫ്രം എ ടു ബി ആയാൽ നമ്മൾ എടുക്കുന്നത് എഫ് ഓഫ് എക്സ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഫോമിൽ എടുക്കുന്നത്, ഇവിടുന്ന് എഫ് ഇവിടുത്തെ ഒരു എലമെന്റ് എടുക്കുന്നു, അതാണ് ഇവിടെ കിട്ടുന്നത്. എങ്കിൽ നമുക്ക് ഇവിടെ ജി കോമ്പോസിറ്റ് എഫ്, ഇവിടെ എക്സ് എന്ന ഫോമിലാണ്, ഇവിടെ എക്സ് ആണ് ഇവിടുത്തെ എലമെന്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് എന്ന് പറയും ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എഫ് ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ കൂടെ എടുത്തു
എക്സ് എടുത്തപ്പോൾ ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ആണ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനെ ഡിഫൈൻ ചെയ്ത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ പറയാം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റും. അപ്പം ഇതിനെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗ്ഷനെ കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്നും പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ കാര്യം, കോമ്പോസിറ്റ് ഫങ്ഷൻസ്. ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ബിയിൽ നിന്ന് സിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എയിൽ നിന്നും സിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് എന്ത് പറയാം, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയാം. ഇനി സിയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ എന്ത് പറയാമായിരുന്നു, സിയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ പറയാം എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയാം. എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ ഒരു വൈ എന്ന് പറയുന്ന സിയിൽ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ജി ഓഫ് വൈ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കാണിക്കാം. സിമിലർലി എഫ് കോമ്പോസിറ്റ് ജി ഫ്രം സി ടു എ ഡിഫൈൻഡ് ആസ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് വൈ എന്ന് പറയാം. എഫ് ഓഫ് ജി ഓഫ് വൈ ഫോർ എവരി വൈ ബിലോങ്സ് ടു സി. ഇവിടെ ഒരു വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് ജി കോമ്പോസിറ്റ് എഫും തിരിച്ച് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് എഫ് കോമ്പോസിറ്റ് ജി എന്നും പറയാം. ഒരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് എഫ് ഫ്രം 2 3 4 5 2 3 4 5 9. ഇപ്പം ഈ ഒരു പറയുന്ന സെറ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതാണ് എഫ് എന്ന് പറയുന്നത്. ജി അതുപോലെ ഇതേ സെറ്റ്, ഈ സെറ്റിൽ നിന്നും സെറ്റ് 7 11 11 15 എന്ന് പറഞ്ഞ ആ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എഫ് ഓഫ് 2 is equal to 3 എന്ന് വെച്ചാൽ 2ന്റെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ആവുമ്പോൾ അത് 3 ആണ്. അതുപോലെ 3യുടെ ഇമേജ് 4 ആണ്, 4ന്റെയും 5ന്റെ ഇമേജ് 5 ആണ് എന്നാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ജി, ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കാണ് ജി ഓഫ് 3 is equal to g of 4 is equal to 7 and g of 5 is equal to g of 9 is equal to 11. Find g composite f കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ജി കോമ്പോസിറ്റ് എഫ് ഏത് സെറ്റിൽ നിന്നും ഏത് സെറ്റിലോട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അത് നമുക്ക് പറയാം ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് സെറ്റ് 2 3 4 5 നിന്നും സെറ്റ് 7 11 15 എന്ന് പറയുന്ന സെറ്റിലോട്ടായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിയിട്ട് എൻ്റെ ആൻസറിലോട്ട് നമുക്ക് പോകാം. ഇങ്ങനെയാണ്. എന്നിട്ട് ആദ്യം അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇവിടെ ഈ സെറ്റിൽ നിന്നും ഈ സെറ്റിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 കൊടുക്കണം. അപ്പോൾ ഈ ഓരോ എലമെൻ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ ആദ്യം 2 കൊടുക്കണം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 3 കണ്ടുപിടിക്കണം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 4 കണ്ടുപിടിക്കണം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 5 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കുന്നു. അപ്പം ജി ഓഫ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറയാം. ആ എഫ് ഓഫ് 2ന്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. അപ്പോൾ ജി ഓഫ് 3 നമുക്ക് 7 എന്ന് പറയാം. അതുപോലെ അടുത്ത് കണ്ടുപിടിക്കുന്നത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയും. അപ്പോൾ അതിന് ജി ഓഫ് 4 ആയിരിക്കും, കാരണം ഇവിടെ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഇവിടെ 7 എന്ന് കൊടുക്കാം. കാരണം ജി ഓഫ് 4 എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത് 7 ആണ്. അപ്പോൾ ഇനി അടുത്ത ഏത് കണ്ടുപിടിക്കും, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 4 കണ്ടുപിടിക്കും. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 4, എഫ് ഓഫ് 4ന്റെ വാല്യൂ എത്രയാണ്, അത് 5 ആണ്. അപ്പോൾ ജി ഓഫ് 5ന്റെ വാല്യൂ എത്രയാണ്, അത് 11 ആണ് എന്ന് പറയാം. അടുത്ത ജി ഓഫ് 5, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 5 കണ്ടുപിടിക്കണം. അപ്പോൾ ജി ഓഫ് 5 എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് 5 ആണ്. എഫ് ഓഫ് 5ന്റെ വാല്യൂ 5 തന്നെയാണ്. അപ്പോൾ ജി ഓഫ് 5 എന്ന് പറയുന്നത് 11 എന്ന് കൊടുത്ത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാവുന്നു. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അടുത്തൊരു എക്സാമ്പിളോട്ട് പോവാം. ഇതാണ് ഫൈൻഡ് ജി കോമ്പോസിറ്റ് എഫ് ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി ഇഫ് എഫ് ഫ്രം ആർ ടു ആർ ആൻഡ് ജി ഫ്രം ആർ ടു ആർ. രണ്ട് റിയൽ ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സും ജി ഓഫ് എക്സും 3x² ആണ്. ഷോ ദാറ്റ് എഫ് കോമ്പോസിറ്റ്
ജി കോമ്പോസിറ്റ് എഫ് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് കോമ്പോസിറ്റ് ജി എന്നിവിടെ ഡിഫൈൻ ഇവിടെ കണ്ടുപിടിക്കാനോ പ്രൂവ് ചെയ്യാനോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കണം. ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നത് ഇതാണ്. അപ്പം ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ എക്സ് കൂടെ ചേർത്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെടുക്കണം? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എടുക്കണം. പക്ഷെ നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് എന്ന് എഴുതുമ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ അതിന് നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ശരിയല്ലയോ? അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ എടുത്ത് എഴുതിയിട്ട് അത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് അതിന് ജി ഓഫ് എഫ് ഓഫ് എക്സ്, പക്ഷേ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കോസ് എക്സ് ആണ്. ഇപ്പൊ ജി ഓഫ് കോസ് എക്സ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയാൻ 3x² ആണ്. ഇപ്പൊ ജി ഓഫ് കോസ് എക്സ് എത്ര ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ എഴുതാം? അവിടെ എക്സ് മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? കോസ് എക്സ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 3 ഇൻറ്റു കോസ് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ 3 ആണെങ്കിൽ 3² എന്ന് എഴുതാം, 4 ആണെങ്കിൽ 4² എഴുതുന്ന പോലെ ഇവിടെ കോസ് എക്സ് ആയതുകൊണ്ട് കോസ് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷെ കോസ് എക്സിന്റെ സ്ക്വയറിനെ നമ്മൾ 3 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അത് നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിന് എഫ് ഓഫ് ജി ഓഫ് എക്സ് എഴുതാം. ഇതിനെ എഫ് ഓഫ് 3s² എന്ന് എഴുതാം. കാരണം ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 3s² ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനി കോസ് എക്സ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ എഫ് ഓഫ് 3s² കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ എക്സ് മാറ്റിയിട്ട് എഫ് ഓഫ് എക്സിൽ എക്സ് മാറ്റിയിട്ട് 3s² കൊടുക്കണം. എക്സ് എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം 3s² കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? 3s² കൊടുക്കുക. നമുക്ക് നോക്കാൻ മനസ്സിലാവും ഇത് രണ്ടും ഈക്വൽ ആണോ? ഇവിടെ 3 കോസ് സ്ക്വയർ എക്സും ഇത് കോസ് 3s² ആണ്. നമുക്ക് ഒറ്റയോടെ തന്നെ പറയാം ഇറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ഈക്വൽ അല്ല. ദിസ് ആർ നോട്ട് ഈക്വൽ. ദെയർഫോർ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് കോമ്പോസിറ്റ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇത് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടം വരെ കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. Show that if f from a to b and g from b to c are 1 1, then g composite f from a to c is also 1. എന്നുവെച്ചാൽ എഫും ജിയും രണ്ടും 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റും 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുക്കുക 1 1 ആണെന്നിലേക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് ജി കോമ്പോസിറ്റ് നമ്മളിപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലായിരുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തിട്ട് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ അതേപോലെ എടുക്കുന്നു. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണെന്ന് നോക്കാൻ വേണ്ടി ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ഓഫ് x2 എന്ന് പറയുന്ന 2 എലിമെന്റ് എടുത്തു. അപ്പോൾ ഇതിനെ ജി ഓഫ് എഫ് ഓഫ് x1 എന്നും ഇതിനെ ജി ഓഫ് എഫ് ഓഫ് x2 എന്നും എഴുതാം. ജി എന്ന് പറയുന്നത് 1 1 ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ മതി. ഇതൊരു y1 ആണെന്ന് വിചാരിക്കുക, ഇതും ഒരു y1 ആണെന്ന് വിചാരിക്കുക, y2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജി ഓഫ് y1 ഇസ് ഈക്വൽ ടു ജി ഓഫ് y2 എന്ന ഫോമിലോട്ട് വരും. പക്ഷേ ഇവിടെ ജി എന്ന് പറയുന്നത് 1 1 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 1 ആയാൽ നമുക്കറിയാം ഈ ജി 1 1 ആയാൽ ജിയുടെ കൂടെ ഇവിടെ ഇത് ഉണ്ടോ, ജിയുടെ ഇവിടെ ഒരു എലമെന്റ് എടുക്കുന്നു ഈക്വൽ ടു ഇവിടെ എലമെന്റ് ആയാൽ അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ അത് 1 1 ആയതുകൊണ്ട് അതിന്റെ ഇമേജ് അതിന്റെ എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇവിടുത്തെ എലമെന്റ്. അതിന്റെ ജി ചേർത്ത് പറയുമ്പോൾ അത് ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഈ ജി എന്ന് പറയുന്ന 1 1 ആയതുകൊണ്ട് ഈ അകത്ത് കിടക്കുന്ന എലമെന്റ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. എലമെന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ്. ഇനി നമുക്ക് പറയാം ഈ എഫ് എന്താണ്? 1 1 ആണ്. എഫ് 1 1 ആണെങ്കിൽ നമുക്ക് പറയാം, നേരത്തെ പഠിച്ചാണ്, എഫ് 1 1 ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്താൽ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് എടുക്കാൻ പറ്റും. കാരണം അതിന് എന്താണ്? ആ എഫ് 1 1 ആയതുകൊണ്ടാണ്.
അപ്പോൾ ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ടു എന്നെടുത്തപ്പോൾ നമുക്ക് കിട്ടി എംപ്ലോയീസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്നായി. എങ്കിൽ നമുക്ക് പറയാം ഹെൻസ് ജി കോമ്പോസിറ്റ് എഫ് ഈസ് 1 എന്ന് പറയാം. ഇതെന്താണെന്ന് പറയാൻ പറ്റും? 1 ആണെന്ന് പറയാൻ പറ്റും. ശരിയല്ലയോ? അപ്പോൾ ഇവിടെ ഈ കോമ്പോസിറ്റ് ഈ എഫും ജിയും 1 ആയതുകൊണ്ടാണ് കോമ്പോസിറ്റ് 1 ആയതുകൊണ്ട് ആവുന്നത്. അടുത്ത ഇത് ഓൺ ടു ആണെന്ന് നിങ്ങൾ തെളിയിക്കാം. എഫും ജി ഓൺ ടു ആണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് ഓൺ ടു ആണെന്ന് എങ്ങനെ പറയാം? അതിനുവേണ്ടി ഇഫ് ഇസഡ് ബിലോങ്സ് ടു സി, അപ്പോൾ ഓൺ ടു ആകുമ്പോൾ ഇവിടെ ഒരു എലമെന്റ് എടുക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെന്റ് ഇവിടെ വേണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ജി ഓൺ ടു ആയതുകൊണ്ട് നമുക്കറിയാം സിയിൽ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയിൽ ഒരു എലമെന്റ് വേണം. ആ സിയിലെ എലമെന്റിനെ ഇസഡ് എന്ന് എടുക്കുന്നു. there exists an element y in b. y എന്ന് പറയുന്നത് ബി അണ്ടർ ദ ഫംഗ്ഷൻ ജി ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അത് 1 ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് എഫ് ഓഫ് ജി ഓഫ് വൈ സി ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതാം. സിൻസ് ജി ഇസ് ഓൺ ടു ആയതുകൊണ്ട്, 1 അല്ല ഓൺ ടു ആയതുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ ഓൺ ടു കണ്ടീഷൻ എഴുതുകയാണ്. ഇത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്നൊരു സിയിലെ ഒരു എലമെന്റ് എടുക്കുന്നു ഇസഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ജി ഓഫ് വൈ സി ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതാം. സിൻസ് ജി ഈസ് ഓൺ ടു ആയതുകൊണ്ട്. അതുപോലെ നമുക്ക് അടുത്തത് എവിടെയാണ്? ഇവിടെ ഒരു എലമെന്റ് എടുക്കുന്നു. ഇവിടെ എടുക്കുന്ന എലമെന്റ് ഇവിടെ എടുത്ത വൈ തന്നെ കറസ്പോണ്ടിങ് വൈ എടുക്കുന്നു. അപ്പം ഡയറക്ഷൻ എലമെന്റ് എക്സ്, ഇവിടെ ഒരു എക്സ് കാണും അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓൺ ടു പോലെ കണ്ടീഷൻസ് എങ്ങനെ എഴുതാം? സച്ച് ദാറ്റ് എന്തെഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. ഇവിടെ ഒരു വൈ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സ് ഉണ്ട്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അപ്പോൾ ഓൺ ടു കണ്ടീഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഓൺ ടു എന്താണ്? ഇവിടെ ഇസഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വൈ ഉണ്ടെങ്കിൽ അത് ഓൺ ടു ആയതുകൊണ്ട് എഫ് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതി. അതുപോലാണ് ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ അത് ഓൺ ടു ആയതുകൊണ്ട് നമുക്ക് അതിനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അപ്പോൾ രണ്ടും എഴുതാൻ കാരണം അത് ഓൺ ടു ആയതുകൊണ്ടാണ്. ഇനി നമുക്കതുപോലെ നോക്കാം. ഇതെടുക്കുകയാണ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിനെ നമ്മൾ നേരത്തെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ശരിയില്ലയോ? പക്ഷേ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ച വൈ ആണ്. അപ്പോൾ ജി ഓഫ് വൈ എഴുതി കൂടായോ? പക്ഷെ ജി ഓ വൈ എന്താണ്? ഇസഡ് ആണ്. ഇസഡ് എവിടുത്തെ എലമെന്റ് എന്നറിയാലോ? ഇസഡ് സിയിലായതുകൊണ്ട് അപ്പോൾ നമുക്കറിയാം എയിലെ എലമെന്റ്സ് ഏതാണ്? എക്സ് എന്ന ഫോമില വരുന്നത്. അപ്പോൾ ജി കോമ്പോസിറ്റ് എക്സ് നമുക്ക് അവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുപിടിച്ച ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇസഡ് ആണ്. ഇപ്പോൾ സിയിലെ ഒരു എലമെന്റ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഇസഡ്, അതിന് കറസ്പോണ്ടിങ് ഇവിടെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്ന എയിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ ഇസഡ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെന്റ് എയിലുണ്ട് അണ്ടർ ദ ഫംഗ്ഷൻ ജി കോമ്പോസിറ്റ് എഫ്. ഹെൻസ് ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഓൺ ടു എന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ജി ഓൺ ടു ആകുമ്പോൾ ഉള്ള കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. ഇത് എഫ് ഓൺ ടു ആകുന്നുള്ള കണ്ടീഷനാണ്. അവിടെ ഇത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സിന് വൈ കൊടുക്കുക, ഇസഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ സിയിൽ ഒരു ഇസഡ് എടുത്തപ്പോൾ ഇവിടെ എയിൽ ഒരു എക്സും കിട്ടി. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇസഡ് എന്ന് കിട്ടി. ദെയർഫോർ എഫ് ഈസ് ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഓൺ ടു എന്ന് പറയാം. അടുത്ത് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. Let A is equal to set 1, 2, 3 and B is equal to set A, B, C. F എന്ന് പറയുന്ന ഫംഗ്ഷൻ F from A to B, B1, 1 and 2 ഉണ്ട്. Given by ഇതാണ് F of 1 is equal to A, F of 2 is equal to B and F of 3 is equal to C. ഇങ്ങനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എയും ബിയും രണ്ട് സെറ്റാണ്. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു 1, 1 ഓൺ ടു ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തതാണ് 1ന്റെ ഇമേജ് എ ആണ്, 2ന്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് സി ആണ് എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ആരോ ഡയഗ്രാം നമുക്ക് ഇങ്ങനെ പറയാം. എങ്കിൽ ഞാൻ തിരിച്ചൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ബിയിൽ നിന്ന് എയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിന് ഞാൻ ജി എന്ന് എടുക്കുന്നു. ഡിഫൈൻ എ ഫംഗ്ഷൻ
ജി ഫ്രം ബി ടു എ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ തിരിച്ചു പറയാം ജി ഓഫ് എ is equal to 1, ജി ഓഫ് ബി is equal to 2 ആൻഡ് ജി ഓഫ് സി is equal to 3 എന്ന രീതിയിൽ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാമല്ലോ. ആണ് എഫ് എന്ന് പറയുന്നത് എ ടു ബി ആണ്, ജി എന്ന് പറയുന്നത് ബി ടു എ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ജി ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജി വണ്ണിൻ്റെ ഇമേജ് വണ്ണിൻ്റെ എയുടെ പ്രീ ഇമേജ് 1 ആണ്, ബിയുടെ പ്രീ ഇമേജ് 2 ആണ്, സിയുടെ പ്രീ ഇമേജ് 3 ആണെന്ന രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ജി വെച്ച് പറയുകയാണെങ്കിൽ എയുടെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ ജി എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ജി ഓഫ് എ is equal to 1, ജി ഓഫ് ബി is equal to 2, ജി ഓഫ് സി is equal to 3 എന്ന ഫോമിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജി കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഇവിടെ ജി കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറയാമോ? പറ്റുമോ? പറ്റും. കാരണം എന്താ? എഫ് എന്ന് പറയുന്നത് എ ടു ബി ആണ്, ജി എന്ന് പറയുന്നത് ബി ടു എ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എവിടെയാണ് ഈ എയിൽ നിന്ന് എയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അതിനെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ അവിടെ അപ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് ഇപ്പോൾ ഏത് സെറ്റാണ്? സെറ്റ് 1 2 3 നിന്നും സെറ്റ് 1 2 3യിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെറ്റ് 1 2 3 നിന്നും. അപ്പോൾ ഇവിടുത്തെ കൊടുക്കേണ്ട എലമെന്റ് ഏതാണ്? ജി കോമ്പോസ്. ഇവിടെ അതിന്റെ കണ്ടുപിടിക്കണം, ഓരോ ഇമേജും കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ കൊടുക്കേണ്ട എലമെന്റ് എയിൽ എലമെന്റ്സ് ആണ്. ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 1, ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 2, ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 3 കണ്ടുപിടിക്കണം. ആദ്യം ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 1. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയാമല്ലോ. എഫ് ഓഫ് 1 എത്ര ആണ്? എഫ് ഓഫ് 1 എ ആണ്. അപ്പോൾ ജി ഓഫ് എ എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 1 കണ്ടുപിടിച്ചപ്പോൾ 1 തന്നെ കിട്ടി. ശരിയില്ലയോ? എങ്കിൽ ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 2 അതും 2 തന്നെ കിട്ടും. കാരണം ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് എഴുതാം. ഇവിടെ എഫ് ഓഫ് 2ന്റെ വാല്യൂ എത്ര ആണ്? ബി ആണ്. അപ്പോൾ ജി ഓഫ് ബി ആണ്. ജി ഓഫ് ബിയുടെ വാല്യൂ എത്ര ആണ്? 2 ആണ്. സിമിലർലി ജി കോമ്പോസ്ഡ് എഫ് ഓഫ് 3 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫോമിൽ വരികയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് പേര് പറയാം? ഇവിടെ എക്സിന് പകരം 1 വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫോമിൽ അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫോമിൽ വരികയാണെങ്കിൽ ആ ഫംഗ്ഷനുകളെ നമുക്ക് പേര് പറയാം. അതിനെ പറയുന്ന എന്ത് പേര് പറയാം? അതിനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഇങ്ങനെ ഇവിടെ കൊടുക്കുന്ന ഈ എലമെന്റ് തന്നെ വരികയാണെങ്കിൽ കണ്ടോ, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 വന്നു, 2 കൊടുത്തു, 2 വന്നു, 3 കൊടുത്തു, 3 വരികയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എവിടുത്തെ ഐഡന്റിറ്റി ഫംഗ്ഷനാ? എയിലെ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഐ എ എന്ന് എടുക്കുന്നു ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ പറയാം therefore ജി കോമ്പോസ്ഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്, ജി കോമ്പോസ്ഡ് എഫ് എന്ന് പറയുന്നത് ഐ എ ഐഡന്റിറ്റി ഫംഗ്ഷൻ വെയർ ഐ ഓഫ് എക്സ് നമുക്ക് പറയാം ഐ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ്. എന്ന് വെച്ചാൽ ഇവിടെ 1 കൊടുക്കുമ്പോൾ അത് 1 ആയിരിക്കും, 2 കൊടുക്കുമ്പോൾ 2 ആയിരിക്കും, 3 കൊടുക്കുമ്പോൾ 3 ആയിരിക്കും എന്ന് പറയുന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി ജി കോമ്പോസ്ഡ് എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷന് എ ആണ്. ഇനി എഫ് കോമ്പോസിറ്റ് ജി ആയിരിക്കും. എഫ് കോമ്പോസ് ജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് എഫ് ഇവിടെ ഇരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബി ടു എ ആണ്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ടു ബി ആണ്. അപ്പോൾ ബിയിൽ നിന്ന് ബിയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ എയിൽ നിന്ന് എയിലോട്ട് കോമ്പോസിറ്റ് ഡിഫൈൻ ചെയ്ത പോലെ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും. അവിടെ കിട്ടുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലെ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എ ബി സി കൊടുക്കുക. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എ അതെന്ന് പറയുക എ ആയിരിക്കും. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് ബി അത് ബി ആയിരിക്കും. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് സി അത് സി ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും ഇങ്ങനെ. അപ്പോൾ അവിടുത്തെ ഐഡന്റിറ്റി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ബിയിലെ ഐഡന്റിറ്റി ആയതുകൊണ്ട് ഐ ബി എന്ന് എഴുതാം. അല്ലയോ? ഐ ബി എന്നത് കൂടായോ? അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഐ ബി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി. അതായത് ബിയിലെ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് തന്നെ കിട്ടും. അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇല്ലയോ? ഇത് നമുക്കൊരു കോമ്പോസിറ്റ് ഒരു എക്സാമ്പിളാണ് കാണിച്ചതേ ഉള്ളൂ. കോമ്പോസിറ്റ് ഒരു സെറ്റിൽ നിന്നും ആ സെറ്റിലോട്ട് തന്നെ നമുക്ക് കോമ്പോസിറ്റ് ഡിഫൈൻ ചെയ്യാം.
അതായത് എയിൽ നിന്നും ബിയിലോട്ട്, ബിയിൽ നിന്നും എയിലോട്ട്, അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ എയിൽ നിന്ന് എയിലോട്ട് അല്ലെങ്കിൽ ബിയിൽ നിന്ന് ബിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല, ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുമ്പോഴും ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുമ്പോഴും എന്ത് പ്രത്യേകതയാണുള്ളത്? ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിച്ചപ്പോൾ എയിലെ ഐഡന്റിറ്റിയും എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിച്ചപ്പോൾ ബിയുടെ ഐഡന്റിറ്റിയും കിട്ടി എങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ എന്തെങ്കിലും പേര് പറയാമോ? അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് ഐ ബിയും ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. എഫ് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നതും ഐഡന്റിറ്റി ഫംഗ്ഷനാണ് എങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പേര് പറയും? ഇങ്ങനെ കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ജി ഈസ് കാൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയും. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ. ഇത് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ നമ്മൾ മുമ്പേ പറയും there exists a function g from b to a. ബിയിൽ നിന്ന് എയിലോട്ട് എന്ത് വേണം? ഒരു ഫംഗ്ഷൻ വേണം. ശരിയല്ലയോ? നേരത്തെ തൊട്ടുമ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണത്. അവിടെ ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുമ്പോൾ ഐ എയും എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുക ഐ ബിയും ആയിരിക്കണം. അല്ലയോ? ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചാണ് അവിടെ. എന്നിട്ട് അപ്പൊ അവിടെ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ജി ഈസ് കാൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഡിഫൈൻ. അതിനൊരു എക്സാമ്പിൾ ആണ് നേരത്തെ ഞാൻ കാണിച്ചത്. ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയണം എങ്കിൽ ജി കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഐ എയും ജി കോമ്പോസിറ്റ് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന ഐ ബിയും ആയിരിക്കണം. ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കണം കിട്ടുന്നത് എങ്കിൽ നമുക്ക് പറയാം ജി ഈസ് കാൾഡ് എന്ത് പറയാം? ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാം. തിരിച്ചും പറയാം എഫ് ഈസ് കാൾഡ് ഇൻവേഴ്സ് ഓഫ് ജി എന്നും പറയാം. ആൻഡ് ഈസ് ഡിവൈഡഡ് ബൈ അതിനെ എഫ് ഇൻവേഴ്സ് എന്ന് പറയും. ഈ ചിഹ്നം ശ്രദ്ധിക്കുക. എഫ് ഇട്ടിട്ട് മേലെ ഒരു -1 കൊടുക്കുന്നതിന് വായിക്കുന്നത് എഫ് ഇൻവേഴ്സ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഐ ഓഫ് എ എന്താന്ന് പറയാണ്? ഐ ഓഫ് എ എന്ന് പറയുന്നത് ഐ എ എന്ന് പറയുന്നത് ഐ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ഐ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി ആർ കാൾഡ് ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ഓൺ സെറ്റ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഐ എയും ഐ ബി എന്താണെന്ന് പറഞ്ഞേക്കാണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ഓൺ ദ സെറ്റ് എ ആൻഡ് ബി. തൊട്ടുമുമ്പ് എക്സാമ്പിൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്. ആ എക്സാമ്പിൾ പറഞ്ഞത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്താണ് പറയാൻ വേണ്ടിയാണ്. നേരത്തെ എക്സാമ്പിൾ എടുത്തു. നേരത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയുകയാണ്. നേരത്തെ എക്സാമ്പിൾ ഒന്ന് എടുത്തു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇത് 1 1 1 2 ആണ്. നമുക്കറിയാം എയിലെ എല്ലാ എലിമെന്റ്സും ബിയിൽ നിന്ന് ഡിസ്റ്റിന്റ് ഇമേജ് ആണ്. അപ്പോൾ 1 1 ആണ്. തിരിച്ച് ബിയിലെ എല്ലാ എലിമെന്റ്സിനും എയിൽ നിന്നും ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് 1 1 ആൻഡ് 1 2 ആണ്. അപ്പോൾ 1 1 1 2 ആണ്. അപ്പോൾ 1 1 1 2 ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതുപോലെ പെട്ടെന്ന് ഒരു ജി കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഫംഗ്ഷൻ ഇതുപോലെ 1 1 1 2 ആയാൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ then f must be 1 1 and 1 2 and conversely എന്ന് തിരിച്ചു പറയാം. if f is 1 1 and 1 2 then f must be invertible എന്ന് വെച്ചാൽ f ഇൻവേർട്ടിബിൾ ആണെങ്കിൽ f 1 1 1 2 ആയിരിക്കും. f 1 1 1 2 ആണെങ്കിൽ f ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പ്രത്യേകം വരാം. അതുകൊണ്ടാണ് നമ്മുടെ ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ ആ ഫംഗ്ഷൻ 1 1 1 2 ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1 1 1 2 ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇൻവേർട്ടിബിൾ ആയാൽ 1 1 1 2 ആയിരിക്കണം. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. എങ്കിൽ അടുത്ത ഇതിൻ്റെ ഒരു എക്സാമ്പിളിലോട്ട് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. Let f from n to y be a function defined as f of x equal to 4x plus 3 where y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. Set of all y belongs to n such that y is equal to 4x plus 3 for some x belongs to n എന്ന് വെച്ചാൽ 4x plus 3 എന്ന ഫോമിൽ ഇപ്പോൾ ഈ സെറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിന് 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ ഇവിടെ 7 ആണ്.
അടുത്ത എലമെൻറ്റ് 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 11 ആണ്. അപ്പോൾ അടുത്ത കിട്ടും 14 ആണ്. അങ്ങനെ നമുക്കൊരു സെറ്റ് വരുന്നത് 7, 11, 14 എക്സെട്ര എന്ന് പറയുന്ന പോകുന്ന ഒരു സെറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ y എന്ന് പറയുന്ന സെറ്റ്. ഷോ ദാറ്റ് f ഈസ് ഇൻവേർട്ടിബിൾ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് f. അപ്പോൾ ഇൻവേർട്ടിബിൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നിരിക്കുന്നു ലെറ്റ് y is equal to f of x. നമുക്ക് ഇവിടെ നിന്ന് എഫ് ഇൻവേർട്ടിബിൾ ആകുമ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ n to y ആണ്. ഇന്ന് വൈയിൽ നിന്ന് എന്നിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിനല്ലേ നമ്മൾ ജി എന്ന് പറയുന്നത് അല്ലേ? അതിനല്ലേ ജി എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് n to y ആണെങ്കിൽ തിരിച്ച് വൈയിൽ നിന്ന് എന്നിലോട്ട് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെയാണ് നമ്മൾ ജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജി എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഏതൊരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ തെളിയിക്കാൻ വന്നാൽ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇതേപോലെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഈക്വൽ ടു വൈ എന്ന് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇന്ന് എക്സ് കണ്ടുപിടിക്കുക. ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ അപ്പുറത്ത് -3 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് y - 3/4 എന്ന് കിട്ടും. എന്നിട്ട് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ജി ഫ്രം y to n by g of y is equal to y - 3/4 എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് y എന്ന ഫോമിലാണ് വരുന്നത്. ഒരു y കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ g of y എന്ന് പറയുന്നത് എന്ത് പറയാം, y - 3/4 എന്ന് ഡിഫൈൻ ചെയ്തു. നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ഇതേപോലെ ഒന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതാണ് there exists a function g. അതുപോലെ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റി. അതെന്ന് പറയുന്നത് ഇവിടെ y - 3/4 ആണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. തിരിച്ച് എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവേർട്ട് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എഫ് ഉണ്ട്, ജി ഉണ്ട്. നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ജി ഓഫ് എഫ് ഓഫ് എക്സ് എഴുതാം. ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം, 4x + 3 എന്ന് കൊടുക്കാം. ശരിയല്ലയോ? എഫ് ഓഫ് എക്സിന് പകരം 4x + 3. പക്ഷേ ജി ഇവിടെ നമുക്ക് ജി തന്നിട്ടുണ്ട്, ജി ഓഫ് വൈ ആണ്. അപ്പോൾ ജി ഓഫ് വൈ എന്ന് പറയുന്നത് y - 3/4 ആണ്. അപ്പോൾ ജി ഓഫ് 4x + 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം, ഈ വൈ മാറ്റിയിട്ട് അവിടെ 4x + 3 എന്ന് കൊടുക്കുക. കേട്ടോ, 4 വൈ മാറ്റിയിട്ട് എന്ത് കൊടുത്തു, 4x + 3. ഈ -3 + 3 വെട്ടിപ്പോയിട്ട് അവിടെ ആൻസർ കിട്ടുന്നത് 4x/4 ആണ്. അതിന് നമുക്ക് എക്സ് എന്ന് പറയാം. എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് എടുത്തു, ഇവിടെ എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അത് ഇവിടുത്തെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും, എന്നിലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഐ ഓഫ് എൻ എന്ന് എഴുതാം. തിരിച്ച് നമുക്ക് എഴുതാം എഫ് കോമ്പോസിറ്റ് ജി ഓഫ് വൈ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറയാം. ജി ഓഫ് വൈക്ക് വരെ എന്ത് കൊടുക്കാം, y - 3/4 എന്ന് കൊടുക്കാം. ശരിയില്ലയോ? അപ്പോൾ ഇങ്ങനെ കിട്ടും. എഫ് ഓഫ് എക്സ് എക്സിന് പകരം y - 3/4 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിന്നും 4 ക്യാൻസൽ ആയി പോവും. പിന്നെ അവിടെ കിട്ടുന്ന ആൻസർ y - 3 + 3 ആണ്. അവിടെ y എന്ന് കിട്ടും. അവിടെയും നമുക്ക് എന്ത് പറയാം, ഇതിനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. എവിടുത്തെ വൈയിലെയാണ്. അപ്പോൾ വൈന്നോ അല്ലെങ്കിൽ വൈന്ന് മാത്രം കിട്ടുവാണെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാം ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐ എൻ ആണ്. ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയാം IY ആണ്. ഇങ്ങനെ കണ്ടീഷൻ കിട്ടിയാൽ നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയാം. അല്ലോ, ഇനി ഒരു പറഞ്ഞിട്ട് ജിയുടെ ഇൻവേഴ്സ് എഫിൻ്റെ ഇൻവേഴ്സ് എഴുതുക. എഫിൻ്റെ ഇൻവേഴ്സിന് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ ജി കിട്ടിയല്ലോ. ആ ജി കിട്ടിയ എന്താണ്, ജി എന്ന് പറയുന്നത് y - 3/4 ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ കൊടുത്തത് ജി y - 3/4 ആയിരുന്നു. അവിടെ ആ y മാറ്റിയിട്ട് എക്സും കൊടുത്താൽ മതി. x - 3/4 ആണ് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. y കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ y കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് x - 3/4 എന്ന് പറയാം. ശരിയില്ലയോ? അപ്പം ഇൻവേർട്ടിബിൾ ആ തെളിയിക്കണമെങ്കിൽ നമ്മൾ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടുപിടിക്കുമ്പോൾ അതുപോലെ ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇൻവേർട്ടിബിൾ എന്ന് പറയാം. ഇൻവേഴ്സ് എഴുതാൻ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ജി കിട്ടിയല്ലോ. ജിക്കകത്ത് വൈ മാറ്റിയിട്ട് മാത്രം കൊടുത്താൽ മതി. ഇതാണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം.
ഇതൊരു റോസ്റ്റർ ഫോമാണ്. ഇതിന് ഇൻവേഴ്സ് ഉണ്ടോ എന്നൊക്കെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? എസ് എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തേക്ക് 1 2 3. Determine whether the functions f s to s defined as below have inverses. Find f inverse if it exists. അപ്പോൾ എഫിൽ നിന്ന് എസിൽ നിന്ന് എസിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കാണ് എഫ്. അത് ഇൻവേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ നോക്കാം. 1 1 2 2 3 3. നമുക്കറിയാം 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 2 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. ഇവിടെ ഇങ്ങനെ റോസ്റ്റർ ഫോം തന്നാൽ കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണെന്നറിയോ? എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ. എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും? 1 1 ഓൺ 2 ആയിരിക്കും. എഫ് 1 1 ഓൺ 2 ആണെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആയി. അപ്പോൾ ഇവിടെ 1 1 ആണോ? 1 1 ആണല്ലോ. ഇവിടെ 1 2 3 ആണ്. 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 3 ആയതുകൊണ്ട് 1 1 ഓൺ 2 ആണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. ശരിയല്ലയോ? എഫ് ഈസ് 1 1 ആണ് ഓൺ 2. സോ എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഫോർ എഫ് ഇൻവേർട്ടിബിൾ. അപ്പോൾ എഫ് ഇൻവേഴ്സ് എങ്ങനെ എഴുതും? സെക്കൻഡ് എലമെന്റ്സിന്റെ തിരിച്ചെഴുതുക. സെക്കൻഡ് എലമെന്റും ഫസ്റ്റ് എലമെന്റും കൂടെ തിരിച്ചെഴുതുന്നതായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എഫ് തന്നെ കിട്ടും. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഇതുവരെ റോസ്റ്റർ ഫോം വരുമ്പോൾ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ 1 1 2 2 3 3 ആയതുകൊണ്ട് എഫ് തന്നെ കിട്ടും. എല്ലാ കേസും അങ്ങനെ കിട്ടണമെന്നില്ല. അടുത്ത ഫംഗ്ഷൻ നോക്കിയ രണ്ടാമത്തത്. ഇത് 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 1 ആണ്, 3യുടെ ഇമേജ് 1 ആണ്. ഇത് 1 1 ആണോ? 1 1 ആണോ എന്ന് പറയാമോ? അല്ല. കാരണം എന്താണ്? ഇവിടെ 1നും 2നും 2നും 3ക്കും സെയിം ഇമേജ് ആണ്. 2നും 3ക്കും സെയിം ഇമേജുമാണ്. ശരിയല്ലയോ? ഒന്നല്ലോ. തിരിച്ചും പറയാം, ഇവിടെ 3ക്ക് പ്രീ ഇമേജ് ഇല്ല എന്നും പറയാം. 2നും 1നും ഇമേജ് ഉണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. പക്ഷെ 3ക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഓൺ 2 അല്ല, 1 1 അല്ല. അപ്പോൾ നമുക്കറിയാം സിൻസ് ഒറ്റ കാര്യം തന്നെ പറയാം. സിൻസ് എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 1. അതായത് F1 2ൻ്റെയും 3യുടെയും ഇമേജ് 1 ആണ്. Therefore f is not on 2. f on 2 അല്ല. on 2 അല്ലാത്തതുകൊണ്ട് so that f is not invertible എന്ന് പറയാം. പറഞ്ഞുകൂടായോ? പറയാം. എന്തുകൊണ്ടാ? f 1 1 അല്ലാത്തത് കൊണ്ട്. അടുത്ത് നോക്കാം. f 1 1 on 2 ആണെന്ന് നോക്കാം. അടുത്ത് നോക്കിയേ. 1ൻ്റെ ഇമേജ് 3 ആണ്, 3യുടെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ്. സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് ഇൻവേർട്ട് 1 1 എന്ന് പറയാം. ഫസ്റ്റ് എലമെന്റ് എല്ലാം സെക്കൻഡ് എലമെന്റ് എല്ലാം ഇവിടെ വരുന്നുണ്ടല്ലോ, ഇല്ലയോ? സെക്കൻഡ് എലമെന്റിനെല്ലാം പ്രീ ഇമേജ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ എന്താ പറയാം? ഓൺ 2 ആണ്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് 1 1 ആണ് ഓൺ 2. സോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടബിൾ. അതുകൊണ്ട് എന്തായിരിക്കും? ഇൻവേർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാൽ മതി. അപ്പോൾ എന്ത് എഴുതാം? സെറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓർഡേഡ് ബൈ 3 1 2 3 1 3 എന്ന് എഴുതാം, 1 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ റോസ്റ്റർ ഫോം ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. 1 1 ഓൺ 2 ആണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഇച്ചിരി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആരോ ഡയഗ്രോടെ വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ 1 1 ഓൺ 2 ആണെന്ന്. ആരോ ഡയഗ്രം വരയ്ക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ചെയ്യുമ്പോൾ. അടുത്തൊരു പ്രോബ്ലം. Let A is equal to R minus set 3 and B is equal to R minus set 1. Consider the function f from A to B. A നിന്നും ബിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതെങ്ങനെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 എന്ന് പറയുന്നതാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് ഓൺ 2 ആൻഡ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ്. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കുന്നത്. ഓൺ 2 കണ്ടുപിടിക്കാൻ തെളിയിക്കാൻ നമ്മൾ 1 1 ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എടുത്തിട്ട് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് 1 1 ആണെന്ന് പറയാൻ പറ്റും. ഓൺ 2 ആണെങ്കിൽ എന്ത് ചെയ്യും? ഓൺ 2 ആണെങ്കിൽ എന്ത് ചെയ്യും?
ഓൺ ടു ആണെന്ന് നമ്മൾ ചെയ്യുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഓൺ ടു ആ തെളിയിക്കുന്നതിന് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നത്. ഓൺ ടു ആണെന്നൊരു പ്രോബ്ലം 1-2 പ്രോബ്ലം ചെയ്തുള്ളൂ. അതിന് ഇതേപോലെ ഒരു ഫംഗ്ഷൻ വന്നിട്ട് ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇതേപോലെ തരികയാണെങ്കിൽ അപ്പോൾ അതിനെ y എന്ന് എടുക്കുന്നു. ലെറ്റ് y ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കും. അത് എവിടുത്തെ എലമെൻ്റാണ്? ഇത് എവിടുത്തെ എലമെൻ്റാണ്? ബിയിലെ എലമെൻ്റാണ്. നമുക്ക് ഓൺ ടു തെളിയിക്കണം. ബിയിലൊരു എലമെൻ്റ് എടുത്തിട്ട് അത് എയിലെ ഒരു എലമെൻ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടണം. എ എന്ന് പറയുന്ന സെറ്റ് ഏതാ? സെറ്റ് R-3. R- സെറ്റ് 3 ആണ് അല്ലയോ? അപ്പം ഇവിടെ 3 അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പറയുന്നത് 1 അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടെന്നാണ് ഈ സെറ്റിന്റെ അർത്ഥം. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ആ y(x) ഒന്ന് കണ്ടുപിടിക്കാൻ പോയാണ്. ഓൺ ടു എപ്പോഴും ഇതുപോലെ ഫംഗ്ഷൻ ഓൺ ടു കണ്ടുപിടിക്കുക എത്രയും ചെയ്താൽ മതി. ലെറ്റ് y എന്ന് എടുക്കുന്നു. ആ എലമെന്റ് എന്തായാലും ഈ എലമെന്റ് എന്ന് പറയുന്നത് ബിയിലാണ്. എന്നിട്ട് അവിടെ നിന്ന് y എന്ന് എടുത്തു. ആ x എന്നിട്ട് കണ്ടുപിടിക്കുന്നു. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3xy - 3y ആണ്. ഇവിടെ xy - x എന്ന് പറയുന്നത് 3y - 2 ആണെന്ന് വെച്ചാൽ x ഉള്ള എല്ലാ സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ x കോമൺ ആയിട്ട് എടുക്കുന്നു. x × y - 1 = 3y - 2. ശരിയില്ലയോ? അപ്പോൾ ഇവിടെ x എത്ര ആയിരിക്കും? 3y - 2 / y - 1 ആയിരിക്കും. ഇത് റിയൽ നമ്പർ അല്ലയോ? അപ്പോൾ നമുക്ക് ഇവിടെ y എന്ന് പറയും. ഇവിടെ ഒരു ബിയിലെ എലമെന്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എലമെന്റ് കിട്ടി. അപ്പോൾ നമുക്കറിയാം എയും ബിയും ഇവിടെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. അതായത് ബിക്കകത്ത് 1 ഇല്ല, എയ്ക്കകത്ത് 3 ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇതും എയ്ക്കകത്ത് ഉണ്ടോ നോക്കിയാൽ മതി. എയ്ക്കകത്ത് കാണും. കാരണം എന്താ? ഇത് റിയൽ നമ്പറാ. ഇവിടെ y - 3 ആയിരുന്നെങ്കിൽ എയ്ക്കകത്ത് കാണത്തില്ലെന്ന് പറയാം. ഇവിടെ y - 1 ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇത് എയിലെ എലമെന്റ്സ് ആണ്. ഇത് റിയൽ നമ്പറാണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് അപ്പോൾ ഇവിടെ y എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് എവിടെ എടുത്തു? എവിടെ എയിലെടുത്തപ്പോൾ ബിയിലെടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3y - 2 / y - 1 എന്നൊരു എലമെന്റ് എവിടെ നിന്ന് കിട്ടി? എയിൽ കിട്ടി. വേണമെങ്കിൽ ഇത്രയും ചെയ്താൽ നമുക്ക് കൊണ്ടു എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കതിനെ f(x)ൽ ഇതിട്ട് കൊടുത്ത് x എന്ന് കിട്ടും. ഈ എലമെന്റ് f(x)ൽ പകരം കൊടുത്തിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ y എന്ന് കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൺ ടു എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്രയും y എന്നൊരു എലമെന്റ് ഇവിടെ എടുത്തപ്പോൾ അത് കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ ചോദിക്കുവാണ് ഒരു ഫംഗ്ഷൻ എന്നിട്ട് ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. f(x) = x - 2 / x - ഫൈൻഡ് ദി ഇൻവേഴ്സ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയാം. നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ലെറ്റ് y എന്ന് എടുക്കുക. y എന്നെടുത്ത് x കണ്ടുപിടിക്കുന്നു. x കണ്ടുപിടിക്കുമ്പോൾ ഇത് കിട്ടിയല്ലോ. f ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് f ഇൻവേഴ്സ് പറയുമ്പോൾ b2a എന്നറിയാം. f ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ x y മാറ്റിയിട്ട് x കൊടുത്താൽ മതി. f ഇൻവേഴ്സ് x = 3x - 2 / x - 1 എന്ന് മാത്രം കൊടുത്താൽ മതി. ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിക്കുമ്പോൾ എത്ര ചെയ്താൽ മതി? y എന്ന് എടുക്കുന്നു, അവിടെ x കണ്ടുപിടിക്കുന്നു. എന്നിട്ട് f ഇൻവേഴ്സ് x എന്ന് പറയുന്നത് ഈ ഇവിടെ y മാറ്റിയിട്ട് x കണ്ടുപിടിച്ചാൽ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞാണ് ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിക്കാൻ. പക്ഷേ ഇൻവേർട്ടബിൾ എന്നായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്യണമായിരുന്നു. ഇൻവേർട്ടബിൾ ആണെങ്കിൽ g കോമ്പോസിറ്റ് എഫും f കോമ്പോസിറ്റ് ജിയും കണ്ടുപിടിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇത് ആണ് ഇതൊന്ന് ഒരു പ്രത്യേക പ്രോബ്ലമാണ്. ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയാണ് ഈ പെട്ടെന്ന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, ഓൺ ടു എങ്ങനെ തെളിയിക്കാം എന്നുള്ളത്. അടുത്ത അസൈൻമെൻ്റ് ആണ്. ഇത് എഴുതിയെടുക്കുക. അടുത്തത് അതിൻ്റെ ബാലൻസ് അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷനും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന സെക്ഷൻ തന്നെയാണ്. ഇത് കൂടുതൽ പ്രോബ്ലംസ് കണ്ടെത്തി ചെയ്തു പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്.